എല്ലാവർക്കും നമസ്കാരം. 2025 അവസാനിക്കുമ്പോൾ ഏതാണ്ട് 184ഓളം മലയാള സിനിമകളാണ് റിലീസായിട്ടുള്ളത്. അതിൽ 10% സിനിമകൾ മാത്രമേ വിജയിച്ചുള്ളൂ എന്നാണ് കണക്ക്. അപ്പോൾ നമ്മൾ മെയിൻ സ്ട്രീം, അതായത് മുഖ്യധാരാ ചിത്രങ്ങൾ പലതും നമ്മളെല്ലാം കണ്ടതാണ്. ഞാനും നിങ്ങളും ഒക്കെ കണ്ടതാണ്. കാണാത്ത സിനിമകൾ വളരെ കുറവാണ്. മലയാളത്തിൽ വന്നിട്ടുള്ള മിക്ക സിനിമകളും ഇത്തവണ തിയേറ്റർ ഓഡിയൻസ് ഒക്കെ വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടതിൽ എനിക്ക് മികച്ചതായി തോന്നിയ ഈ വർഷം ഇറങ്ങിയ 10 സിനിമകളാണ് ഞാൻ ഈ ലിസ്റ്റിൽ പറയാൻ പോകുന്നത്. അപ്പോൾ സിനിമ കാണൽ എന്നുള്ള ഒരു പരിപാടിയെ പറ്റി പറയാം. അതായത് ഒരിക്കലും ഒരു സ്മാർട്ട് ഫോണിൽ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിന്റെ ചെറിയൊരു സ്ക്രീനിൽ ഒരു സിനിമ കണ്ടിട്ട് അതിന്റെ അഭിപ്രായം പറയുന്നതും ഒരു തിയേറ്ററിൽ സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയുന്നതും രണ്ടും രണ്ടാണ് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഒരിക്കലും ഒരു സ്മാർട്ട് ഫോണിൽ കണ്ടിട്ട് ഒരാൾ പറയുന്നതിനെ ഒരു പൂർണ്ണമായ ഒരു വിലയിരുത്തലായിട്ട് എനിക്ക് കണക്കാക്കാൻ പറ്റില്ല. കാരണം എക്സ്പീരിയൻസ് അത് വേറൊന്നാണ്. കഷ്ടപ്പെട്ട് സിനിമ എടുക്കുന്നത്, പിന്നെ അതിന്റെ സൗണ്ട് മിക്സിങ്, മറ്റു കാര്യങ്ങൾ, ഇതിലെല്ലാം ഒരു സിനിമയുടെ എഫക്റ്റിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ പേഴ്സണലി എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു സ്മാർട്ട് ഫോണിൽ സിനിമ കണ്ടിട്ടില്ല. ഞാൻ കാണുന്നത് ഒന്നുകിൽ തിയേറ്ററിൽ, ഇല്ലെങ്കിൽ ഞാൻ എന്റെ ഈ 4K മോണിറ്ററിലാണ് സിനിമ കാണുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന എന്റെ മികച്ച 10 സിനിമകളിൽ എല്ലാം ഞാൻ തിയേറ്ററിൽ കണ്ട സിനിമകളാണ്. ഈ 10 സിനിമകളും ഞാൻ തിയേറ്ററിൽ തന്നെയാണ് കണ്ടത്. ഇതിൽ കേരളത്തിൽ തന്നെ വളരെ കുറച്ച് ആളുകൾ കണ്ടിട്ടുള്ള സിനിമകൾ പോലും ഞാൻ കണ്ടു. ഇപ്പോഴാണ് കാണാൻ പറ്റി. മലയാളത്തിൽ അങ്ങനെ മിസ് ചെയ്ത സിനിമകൾ കുറവാണ്. അപ്പോൾ ഈ വർഷത്തെ എൻ്റെ മികച്ച സിനിമകളിൽ നമുക്ക് 1 നിന്നും 10ലേക്ക് പോകുന്നതിനേക്കാളും 10 നിന്നും 1ലേക്ക് റിവേഴ്സ് ഓർഡറിൽ പോകാം. അതാണ് കുറച്ചുകൂടെ നല്ലത്. അങ്ങനെയാണല്ലോ എൻ്റെ രീതി. അപ്പോൾ 10ാം സ്ഥാനത്ത് ഏതാ സിനിമയാണെന്ന് ചോദിച്ചാൽ, ഈ വർഷത്തെ ഏറ്റവും മികച്ച സിനിമകളിൽ 10ാം സ്ഥാനത്ത് ഞാൻ സ്ഥാനം കൊടുക്കുന്ന സിനിമയാണ് കളങ്കാവൽ. മമ്മൂട്ടിയുടെ ഈ ഇടയ്ക്ക് വന്ന സിനിമയാണ് കളങ്കാവലാണ് 10ാം സ്ഥാനത്ത്. അതായത് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ, മമ്മൂട്ടിയുടെ അതിഭീകരമായ നെഗറ്റീവായിട്ടുള്ള ഒരു വില്ലൻ കഥാപാത്രം, നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം, ഒരു നായക നടനിൽ നിന്നും നമ്മളിങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് രൂക്ഷമായ ഒരു നെഗറ്റീവ് കഥാപാത്രമാണ്. അതൊന്ന്. പിന്നെ ആ സിനിമ മൊത്തത്തിൽ നമ്മളെ ഒരിക്കലും ബോറടിപ്പിക്കാത്ത രീതിയിൽ ആ സിനിമ കൊണ്ടുപോകുന്നുണ്ട്. അതിന്റെ സ്ക്രിപ്റ്റിന് കഴിയുന്നുണ്ട്. അതിന്റെ ഇന്റർവെൽ ബ്ലോക്ക് ആയാലും സിനിമയുടെ ഫ്ലോ ആയാലും മൊത്തത്തിൽ സിനിമ നമ്മളെ എന്റർടൈൻ ചെയ്ത് ഇരുത്തുന്നുണ്ട്. അതൊരു വല്ലാത്ത ഒരു പ്രത്യേകതയാണ്. അതിന്റെ ഡയറക്ടർ ജിതിൻ കെ ജോസ് ആണ് അതിന്റെ ഡയറക്ടർ. അപ്പോൾ മൊത്തത്തിൽ കളങ്കാവൽ ആഴത്തിൽ ഇറങ്ങിപ്പോയാൽ കളങ്കാവലിനുള്ളിൽ ഒരുപാട് കുറ്റങ്ങളും കുറവുകളും കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും മൊത്തത്തിൽ ഒരു പ്രകടമായ രീതിയിൽ ഒരു നൈസായിട്ട് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഫ്ലോ ആണ് ആ സിനിമ തന്നത്. ക്ലൈമാക്സ് ഉൾപ്പെടെ എല്ലാം കൊള്ളാം. കുറച്ചുകൂടെ എത്രയോ മേക്കിങ്ങിലൊക്കെ ഒരുപാട് നന്നാക്കാമായിരുന്നു എന്നുള്ള സിനിമയാണ്. അങ്ങനെ 10ാം സ്ഥാനത്ത് കളങ്കാവലെങ്കിൽ 9ാം സ്ഥാനത്തും ഇതേപോലെ ഒരു മമ്മൂട്ടി ചിത്രമാണ്. കേരളത്തിൽ തന്നെ വളരെ ചുരുക്കം ചില ആളുകൾ കണ്ട സിനിമകളിൽ ഒന്നാണ് ബസൂക്ക. ഡീനോ ഡെന്നീസ് ആണ് സംവിധായകൻ. പുതിയ ആളാണ് ഡീനോ ഡെന്നീസ് സംവിധായകൻ. ബസൂക്ക ഈ കേരളത്തിൽ വളരെ കുറച്ച് ആളുകളെ കണ്ടിട്ടുള്ളൂ. ഇന്നും OTT ഇറങ്ങാത്ത ഒരു സിനിമയാണ്. ഈ വർഷം ഇറങ്ങിയ സിനിമകളിൽ ഇത്രയും നാളായിട്ടും ഇന്നും OTT റിലീസ് വരാത്ത ഒരു സിനിമകളിൽ ഒന്നാണ് ബസൂക്ക. അപ്പോൾ ബസൂക്കയുടെ പ്രത്യേകത, ബസൂക്ക ഈ കാണാത്തവന്മാർ പോലും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വളരെ മോശമായ രീതിയിൽ ആ സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഫസ്റ്റ് ദിവസം തന്നെ സിനിമ കണ്ടതാണ്. എനിക്ക് സിനിമ പേഴ്സണലി നല്ല എൻജോയ് ചെയ്തു. അപ്പോൾ സിനിമയുടെ സെക്കൻഡ് ഹാഫ് ഒക്കെ ഒന്ന് ഡൗൺ ആയി വന്നെങ്കിലും ആ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഒരു വേറെ ലെവൽ ക്ലൈമാക്സ് ആയിരുന്നു. ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു കിടിലൻ ക്ലൈമാക്സ് ആയിരുന്നു. മമ്മൂട്ടിയുടെ വക കുറച്ച് കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് പടം മൊത്തത്തിൽ എനിക്ക് ആ ഒരു ഫൈനൽ ഇമ്പാക്ട്, നമ്മൾ കണ്ടിറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് അതൊരു പ്രത്യേകതയാണ്. ഇന്നല്ലെങ്കിൽ നാളെ പലർക്കും കേരളത്തിൽ കാണാൻ പറ്റും. ഒരിക്കലും അതിനെ ഒരു നെഗറ്റീവ് ഷെയ്ഡോട് കൂടി ആ സിനിമ ഞാൻ കണ്ടില്ല. ഞാനൊരു ആവറേജ് പ്രതീക്ഷയാണ് പോയത്. പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു എൻഡിങ് ആണ് ആ സിനിമയുടെ. ക്ലൈമാക്സ് കിടിലമായിരുന്നു. ഫൈനൽ ഇമ്പാക്ട് തരുന്നതിൽ മികച്ച എഫക്റ്റ് ആയിരുന്നു ബസൂക്ക. അപ്പോൾ 10ാം സ്ഥാനം 9ാം സ്ഥാനമെങ്കിൽ 8ാം സ്ഥാനം ഏത് സിനിമയാണ്? 8ാം സ്ഥാനത്ത് വേറൊന്നുമില്ല, ആസിഫ് അലിയുടെ ഒരു കുറ്റാന്വേഷണ ചിത്രം രേഖാചിത്രമാണ് ഞാൻ 8ാം സ്ഥാനത്ത് കൊടുക്കുന്നത്. ജോഫിൻ ടി ചാക്കോയാണ് സംവിധായകൻ. ജോഫിൻ ടി ചാക്കോയുടെ രേഖാചിത്രം അറിയാമായിരിക്കും പലർക്കും. ഒരു നടിയുടെ ഇങ്ങനെ പാസ്റ്റിലേക്ക് പോകുന്ന ഒരു സിനിമ. മൊത്തത്തിൽ നല്ലൊരു ഫ്ലോയിലാണ് പോകുന്നത്. എനിക്കത് ഞാൻ ഒട്ടും ഇത്രയ്ക്ക് നല്ലൊരു സിനിമയാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പടം മൊത്തത്തിൽ ഈ വർഷം ഓടിയ സിനിമകളിലൊന്നാണ്. അങ്ങനെ രേഖാചിത്രം ഞാൻ നല്ല എൻജോയ് ചെയ്ത സിനിമയാണ്. അതിനെപ്പറ്റി കൂടുതൽ പറയാനില്ല.
നല്ല അതിന്റെ സ്ക്രിപ്റ്റ് മറ്റു കാര്യങ്ങൾ ഇതെല്ലാം നല്ല ഇതാണ്. തിയേറ്ററിൽ ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റി. അങ്ങനെ 8ാം സ്ഥാനത്ത് രേഖാചിത്രമെങ്കിൽ 7ാം സ്ഥാനത്ത് ഒരു മോഹൻലാൽ ചിത്രമാണ്. എല്ലാവരും ഒന്നടങ്കം എന്തിനോ ചീത്ത വിളിക്കുന്ന ഒരു സിനിമയാണ്. അത്ര മോശമെന്ന് എനിക്ക് തോന്നിയില്ല. അതിന്റെ പിന്നിലുള്ള ഹാർഡ് വർക്കും അതിന്റെ മറ്റു കാര്യങ്ങളും അതിന്റെ ഒരു ഔട്ട്പുട്ടും ഒക്കെ ഇന്ന് വരെ മലയാള സിനിമ കാണാത്ത രീതിയിലുള്ള ഒരു സംഭവം തന്നെയാണ്. ആ ഹാർഡ് വർക്കിനും ഡെഡിക്കേഷനും കൊടുക്കണം ഒരു ഭയങ്കരമായ ഒരു അപ്രീസിയേഷൻ എന്ന് തന്നെ ഞാൻ പറയും. വേറെ ഒന്നുമല്ല, നമ്മുടെ ലൂസിഫറിന്റെ 2ാം ഭാഗമായിട്ടുള്ള എമ്പുരാനെ ഇഷ്ടമല്ലാതെ പലരും സ്വന്തം അഭിപ്രായമല്ല പറയുന്നത്. ഈ ഓൺലൈനിലൊക്കെ കാണുന്ന ഓരോരുത്തരുടെ കമന്റ്സിനെ അതുപോലെ റിപ്പീറ്റ് ചെയ്താണ് പറയുന്നത്. ശരിക്കും ഒരുപാട് നന്നാക്കാൻ പറ്റുമായിരുന്ന സിനിമ, എല്ലാ തരത്തിലും മികച്ച ഒരു സിനിമയായിട്ട് പറയുന്നില്ല. പക്ഷെ ആ സിനിമയ്ക്ക് ഇന്നും ഞാൻ ഈ സ്ഥാനം അതിന് കൊടുക്കുന്നതിന് കാരണം, 7ാം സ്ഥാനം കൊടുക്കുന്നതിന് കാരണം ആ സിനിമയുടെ പിന്നിലുള്ള ഡെഡിക്കേഷൻ. ഇതുപോലെ ഒരു വർക്ക് മലയാളം ഇന്ന് വരെ കണ്ടിട്ടില്ല. ഡയറക്ടർ പൃഥ്വിരാജാണ്. പൃഥ്വിരാജിനെ അത് പറ്റൂ എന്നുള്ള കേസ് സമ്മതിച്ചേ പറ്റൂ. ആ സിനിമ ഇനിയും നമുക്ക് നന്നാക്കാൻ പറ്റും. 1-2 എഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളും ചെയ്ത് ആ സിനിമ മൊത്തത്തിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് റിലീസ് ചെയ്താലും ആ സിനിമ നല്ല രീതിയിൽ വരും. വർക്കിൽ ശ്രദ്ധിച്ചപ്പോൾ മറ്റേ കഥ, തിരക്കഥ, മറ്റ് സംഭാഷണങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എവിടെയോ ചില പിഴവുകൾ പറ്റി എന്നുള്ള ശരിയാണ്. പക്ഷേ എന്നും മലയാള സിനിമയിൽ വൺ ആൻഡ് ഒൺലി എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് എമ്പുരാൻ. അപ്പോൾ എമ്പുരാൻ 7ാം സ്ഥാനത്തെങ്കിൽ 6ാം സ്ഥാനത്തും മോഹൻലാലിന്റെ ഒരു സിനിമ തന്നെയാണ്. അത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള സിനിമയാണ്. ഈ വർഷത്തെ ഏറ്റവും വലിയ മോഹൻലാൽ ചിത്രം, അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് വന്നതിൽ ഏറ്റവും ഹിറ്റായിട്ടുള്ള, ഏറ്റവും ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഹൻലാൽ ചിത്രം. നമ്മൾ ഈ നശിച്ചുപോയ മോഹൻലാലിനെ തിരിച്ചു കൊണ്ടുവന്ന ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. തുടരും, തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരുമാണ് ഞാൻ 6ാം സ്ഥാനം കൊടുത്തിരിക്കുന്ന ചിത്രം. അപ്പൊ തുടരുമിനെ പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഈ സിനിമ എനിക്കും അതുപോലെയാണ്. മോഹൻലാൽ അഭിനയം നശിച്ചു എന്ന് കരുതിയിരുന്നപ്പോൾ മോഹൻലാൽ കുറച്ച് നല്ല രീതിയിൽ ഒന്ന് പെർഫോം ചെയ്ത ഒരു സിനിമയാണ്. അതിനുശേഷം വന്ന സിനിമയൊക്കെ വീണ്ടും പോയി, എങ്കിലും മോഹൻലാൽ കുഴപ്പമില്ലാതെ അഭിനയിച്ച ഒരു സിനിമയാണ്. സിനിമയും കൊള്ളാം. ഏതാണ്ട് 75% അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. അതിന്റെ അവസാനത്തെ ലാസ്റ്റ് ഒരു 20% അല്ലെങ്കിൽ 25% പോർഷൻ എനിക്ക് എന്തോ ഒരു എഫക്ട് തോന്നിയില്ല. പടത്തിന്റെ ഫൈനൽ ഇമ്പാക്റ്റും എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ ഫീൽ ചെയ്തില്ല. അങ്ങനെ 6ാം സ്ഥാനത്ത് തുടരുമാണെങ്കിൽ 5ാം സ്ഥാനത്ത് നിങ്ങൾ ആരും അത് അംഗീകരിച്ചെന്ന് വരില്ല. ഞാൻ തിയേറ്ററിൽ കണ്ട സിനിമയാണ്. എനിക്ക് തിയേറ്ററിൽ നിന്നും വളരെ നല്ലൊരു എഫക്ട്, വളരെ നല്ലൊരു എന്റർടൈൻമെന്റ് കിട്ടിയ ഒരു സിനിമയാണ് ആലപ്പുഴ ജിംഖാന. എങ്ങനെ അത് തുടരുമിന് മുന്നിൽ വരുമെന്ന് പറഞ്ഞാൽ എനിക്ക് എന്റേതായ കാരണങ്ങളുണ്ട്. 5ാം സ്ഥാനത്ത് ആലപ്പുഴ ജിംഖാന, ഡയറക്ടഡ് ബൈ ഖാലിദ് റഹ്മാൻ. ആലപ്പുഴ ജിംഖാന ഒരു ഫൺ മൂവിയാണ്. വെറും ഫൺ മൂവിയായിട്ട് കരുതരുത്. അതിന്റെ പിന്നിൽ നല്ലൊരു ഹാർഡ് വർക്ക് ഉണ്ട്. നല്ല ബുദ്ധിമുട്ടി തന്നെ എടുത്ത ഒരു സിനിമയാണ്. പെർഫെക്ഷൻ എല്ലാ ഭാഗത്തും വന്നിട്ടുണ്ട്. അത് ചളി ആണ് എന്ന് ചിലർ പറയുന്നുണ്ട്. എനിക്കത് അത്ര വലിയ ചളിയായിട്ടൊന്നും തോന്നിയില്ല. നല്ല പാടുപെട്ടെടുത്ത ഒരു സിനിമയാണ്. തൃപ്തികരമായ ഒരു ക്ലൈമാക്സ് ചില ആളുകൾക്ക് കിട്ടില്ല. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ സിനിമ അങ്ങനെ പറയുന്നത്. എന്താ പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് തിയേറ്റർ എന്റർടൈൻമെന്റ് ആയിരുന്നു എനിക്ക് ആലപ്പുഴ ജിംഖാന. 5ാം സ്ഥാനത്ത് ആലപ്പുഴ ജിംഖാന എങ്കിൽ 4ാം സ്ഥാനത്തും 1, 2, 3, 4 വളരെ ടോപ്പിലാണ് നിൽക്കുന്നത്. 4ാം സ്ഥാനത്ത് നിങ്ങളാരും ബസൂക്ക പോലെ തന്നെയാണ്. കേരളത്തിൽ തന്നെ പലരും കാണാൻ ഇടയില്ലാത്ത, ഇന്നും OTT റിലീസ് വന്നിട്ടില്ലാത്ത ഒരു സിനിമയാണ് ഷെയ്ൻ നിഗത്തിന്റെ ബൾട്ടി എന്നൊരു സിനിമയുണ്ട്. ബൾട്ടി, ഉണ്ണി ശിവലിംഗമാണ് അതിന്റെ സംവിധായകൻ. ഒരു തമിഴിലും മലയാളത്തിലുമായിട്ട് ഇറങ്ങിയ ഒരു മാസ് ആക്ഷൻ ത്രില്ലറാണ് ബൾട്ടി എന്ന് പറയുന്നത്. ബൾട്ടി ഞാൻ തിയേറ്ററിലാണ് കണ്ടത്. സത്യം പറഞ്ഞാൽ ഇതുപോലെ ഫൈറ്റ് സീൻസ് അല്ലെങ്കിൽ ആക്ഷൻ ചെയ്തിട്ടുള്ള ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. തമിഴിൽ കണ്ടിട്ടുണ്ട്. ഇതൊരു മൾട്ടി ലിംഗ്വൽ ഫിലിമാണ്. തമിഴ് മലയാളം രണ്ടിലും ഒരുപോലെ ഇറക്കിയ സിനിമയാണ്. അതുകൊണ്ട് ഈ സിനിമ മലയാളമാണോ തമിഴാണോ എന്ന് പറയാൻ പറ്റില്ല. തമിഴിലും റിലീസുണ്ട്, മലയാളത്തിലും റിലീസുണ്ട്. മൊത്തത്തിൽ ഒരു ആക്ഷൻ ത്രില്ലർ എന്നുള്ള രീതിയിൽ, ഒരു നാടൻ ആക്ഷൻ ത്രില്ലർ എന്നുള്ള കാറ്റഗറിയിൽ ഒരു ഭയങ്കര ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കതിലെ ഫൈറ്റൊക്കെ ഞാൻ ശ്വാസം പിടിച്ചിരുന്നാണ് കണ്ടത്. അത് ഇന്നും പലരും കണ്ടിട്ടില്ല. OTT റിലീസ് വന്നിട്ടില്ല. തിയേറ്ററിൽ അത് വേറെ ലെവൽ അനുഭവമായിരുന്നു. എനിക്കറിയാം ഒരു സിനിമ എടുക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന്, ഓരോ സീക്വൻസുകളും എടുക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ബൾട്ടി എന്ന് പറഞ്ഞ സിനിമയിൽ അതിൽ നമ്മുടെ നായകനും നമ്മുടെ ഷെയ്ൻ നിഗവും പിന്നെ നമ്മുടെ ഭാഗ്യരാജിന്റെ മകനുണ്ടല്ലോ ശന്തനു ഭാഗ്യരാജ്, ഇവരും പിന്നെ കൂടെ 2 പയ്യന്മാരും, അങ്ങനെ ആളുകൾ അതിലെടുത്തിരിക്കുന്ന ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡെഡ്ലി ആയിട്ടുള്ള ഒരു ഫൈറ്റ് സീൻസ് ഒക്കെയാണ് അതിൻ്റെ അകത്തുള്ളത്. പിന്നെ മൊത്തത്തിൽ ഞാൻ പറയാം, ഒരു സിനിമയ്ക്ക് ഒരു കാറ്റഗറി ഉണ്ട്. അതൊരു മാസ് ആക്ഷൻ ത്രില്ലർ ആണെങ്കിൽ ആ കാറ്റഗറിക്ക് 100%
ഉത്തമമായ രീതിയിലാണ് സിനിമ എടുത്തിരിക്കുന്നത്. തുടക്കം മുതൽ ഒടുക്കം വരെ കയ്യിൽ നിന്ന് പോകാത്ത രീതിയിൽ. പിന്നെ എൻഡിങ് ഒക്കെ ഭയങ്കര ട്രാജിക് ആയിട്ടുള്ള ഒരു ഭയങ്കര സീൻസ് ഒക്കെ ഉണ്ട്. നല്ല ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള സീൻസ് ഒക്കെ ഉണ്ട്. മൊത്തത്തിലൊരു വൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ബൾട്ടി. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിന്റെ ഒന്നുകിൽ ആ സിനിമ ഒരു എന്റർടൈൻമെന്റ് മൂഡ് കീപ്പ് ചെയ്യണം, ഇല്ലെങ്കിൽ അതിൻ്റെ അകത്തൊരു ക്ലാസിക് ആയിട്ടുള്ള ഒരു ഹൈ ക്വാളിറ്റി വേറൊരു ഐറ്റം കയറണം. അപ്പോൾ ബുദ്ധിജീവികളുടെ റേഞ്ചിലുള്ള കുറച്ച് ഐറ്റംസ് കയറണം. അപ്പൊ എന്റെ കണ്ണിൽ സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയാലും ഇങ്ങനെ ആയാലും ടോപ്പ് നോച്ചിൽ നിന്നാൽ അതൊരു മികച്ച സിനിമയാണ്. ഇനി രണ്ട് കാര്യത്തിലും സിനിമ മികച്ചു തന്നെ നിന്നാൽ അത് ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന വളരെ വളരെ മികച്ചത് എന്ന് ഞാൻ പറയുന്ന ഒരു സിനിമയായിരിക്കും. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാറ്റഗറി ഒന്നുകിൽ അതൊരു എന്റർടൈൻമെന്റ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരു ക്ലാസ് റേഞ്ചിൽപ്പെട്ട ഒരു കിടിലം സിനിമയായിരിക്കാം. അപ്പോൾ ഞാൻ 4ാം സ്ഥാനത്ത് ബൾട്ടിയാണ് കൊടുത്തെങ്കിൽ 3ാം സ്ഥാനത്ത് 1, 2, 3 ഈ വർഷത്തെ ഏറ്റവും മികച്ച 3ാമത്തെ സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല. എത്ര പേർ ഇവിടെ കണ്ടിട്ടുണ്ടെന്നറിയില്ല, എത്ര പേര് അത് നല്ല രീതിയിൽ ആസ്വദിച്ചു എന്നറിയില്ല. അതും ഞാൻ തിയേറ്ററിലാണ് കണ്ടത്. പൊന്മാനാണ്. നമ്മുടെ ബേസിൽ ജോസഫ് അഭിനയിച്ച പൊന്മാൻ ഡയറക്ടർ ജ്യോതിഷ് ശങ്കർ ആണ് പൊന്മാന്റെ ഡയറക്ടർ. പൊന്മാൻ എന്ന് പറയുന്നത് ഒരു നമ്മളെ കൊല്ലം ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന അതൊരു നോവലിനെ ബേസ് ചെയ്തുള്ളതാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ എനിക്കത് ഒരു വല്ലാത്തൊരു പടമാണ്. എന്താ പറഞ്ഞാലും അതൊരു ഈ ഇവിടെ സൂക്ഷ്മദർശിനിയൊക്കെ കണ്ട് ഹിറ്റാക്കുന്നവർക്കൊക്കെ അതിന്റെ നിലവാരം അറിയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പൊന്മാൻ എന്ന് പറയുന്നത് തുടക്കം മുതൽ ഒടുക്കം വരെ അത് ഈ പറഞ്ഞ പോലെ ക്ലാസ് റേഞ്ച് നോക്കിയാലും ക്വാളിറ്റി റേഞ്ച് നോക്കിയാലും എന്റർടൈൻമെന്റ് ലെവൽ നോക്കിയാലും ഇത് രണ്ടും ചേർന്ന് പോകുന്ന ഒരു സിനിമയാണ്. എല്ലാ തരത്തിലും അതൊരു മികച്ച എന്റർടൈനറാണ്. ഒരു സെക്കൻഡ് പോലും ബോറടിക്കാത്ത രീതിയിലാണ്. ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ. എന്നാൽ നിലവാരം നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ മറ്റു കാര്യങ്ങൾ, റൈറ്റിംഗ് സെക്ഷൻ, അഭിനയം, ബേസിൽ ജോസഫിന്റെ ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടത് ഏറ്റവും മികച്ച പെർഫോമൻസ് എന്ന് ചോദിച്ചാൽ ഇതുവരെ കണ്ടിട്ടുള്ളത് തന്നെ ഏറ്റവും മികച്ച പെർഫോമൻസ് എനിക്ക് അതിലാണ് തോന്നിയത്. മാത്രമല്ല അതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും, അതിലെ ഓരോ രംഗത്തിനും ഡബിൾ മീനിങ്, അതിൽ 1-2 സീൻസ് ഒക്കെ ഉണ്ട് ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള, വേറൊരു മീനിങ് ഒക്കെ വരുന്ന ഭയങ്കരമായ സീൻസ് ഒക്കെ ഉണ്ട്. നല്ല രീതിയിൽ ഞാൻ എൻജോയ് ചെയ്ത സിനിമയാണ്. അങ്ങനെ ഈ വർഷം ഒരു മടിയുമില്ലാതെ ഞാൻ 3ാം സ്ഥാനം എന്തൊക്കെ പറഞ്ഞാലും പൊന്മാന് തന്നെ കൊടുക്കും. ഡയറക്ടഡ് ബൈ ജ്യോതിഷ് ശങ്കർ. എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല, തീർച്ചയായും കാണേണ്ട സിനിമകളിൽ ഒന്നാണ്. അങ്ങനെ ഈ വർഷത്തെ ഏറ്റവും മികച്ച രണ്ടാമത്തെ സിനിമ അതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഒരു ക്ലാസിക് റേഞ്ച് അല്ലെങ്കിൽ ഒരു ഹൈ ക്വാളിറ്റി, അതൊരു എല്ലാത്തരം ഓഡിയൻസിനും പറ്റുന്ന ഒരു സിനിമ അല്ല എന്ന് ഞാൻ ആദ്യമേ പറയാം. ചില ആളുകൾക്ക് അത് എന്താണ് ഈ കാണിച്ചത് എന്നൊക്കെ തോന്നും. നമ്മളെ കിഷ്കിന്ദ കണ്ടത്തിനെ പറ്റിയൊക്കെ പറയുന്ന പോലെ അതിലൊന്നുമില്ല, പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയാൽ അതിന് മറ്റൊരു ലെയർ ഉള്ളതായി തോന്നും. അങ്ങനെ ഹൈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത അതിന്റെ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റിയാണ്. സിനിമയ്ക്കകത്തുള്ള കണ്ടന്റും ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റിയാണ്. പെർഫോമൻസസ് ഒക്കെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ആ സിനിമയെ പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, പക്ഷെ അത് എല്ലാവർക്കും ഡൈജസ്റ്റബിൾ അല്ല. എക്കോ എന്ന് പറയുന്ന സിനിമ, EKO, ദിൻജിത്ത് അയ്യത്താൻ, ബാഹുൽ രമേശ് ആണ് അതിന്റെ നമ്മളെ കിഷ്കിന്ദ കാണ്ടം ടീമാണ്. അവരുടെ സ്ക്രിപ്റ്റ്, ബാഹുൽ രമേശിന്റെ സ്ക്രിപ്റ്റും ദിൻജിത്ത് അയ്യത്താന്റെ സംവിധാനവും, അതില് രണ്ടുപേരും കൂടെ ഇങ്ങനെ കമ്പൈൻ ചെയ്ത് വീണ്ടും ഞെട്ടിക്കുന്ന ഒരു അനുഭവം തന്നിരിക്കുകയാണ്. തിയേറ്ററിൽ കണ്ടതാണ്. എനിക്ക് ആ സിനിമ അതൊരു വല്ലാത്തൊരു മാജിക്കൽ എഫക്റ്റ് ആണ്. ഉടനെ തന്നെ OTT ഇറങ്ങും. ഇന്നോ നാളെയോ 2 ദിവസത്തിനകത്ത് എന്തോ OTT റിലീസ് ഉണ്ട് നെറ്റ്ഫ്ലിക്സിൽ. തീർച്ചയായും കാണണം. പക്ഷെ എല്ലാവർക്കും അത് ദഹിക്കുന്ന ഒരു സംഭവമല്ല. അതിൽ കുറച്ച് സ്പെഷ്യൽ സീൻസ് ഒക്കെ ഉണ്ട്. അതിലെ ഓരോ ഫ്രെയിമുകളും ഓരോ ഷോട്ടുകൾക്കും കൊടുക്കണം 100-ന് 100. അതിലൊരു ഷോട്ട് എടുക്കാൻ പോലും എത്രയോ നാളുകൾ കാത്തിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. വളരെ ബുദ്ധിമുട്ടുള്ള ചില ഷോട്ടുകളും മറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിലെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ കണ്ടാൽ ഏതോ നമുക്ക് ഈ ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ വന്നതായ ഇന്റർനാഷണൽ ലെവൽ സിനിമകളുടെ ഒരു റേഞ്ച് കീപ്പ് ചെയ്യുന്ന സിനിമയാണ്. എന്തൊക്കെ പറഞ്ഞാൽ എനിക്കത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് സിനിമ ഫോളോ ചെയ്യുന്നത്. എങ്കിലും എന്തൊക്കെ പറഞ്ഞാലും നമ്പർ 2 ഈ വർഷത്തെ ഏറ്റവും അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ആ സിനിമ അത്രത്തോളം ഒരു മികച്ചതായിട്ട് എനിക്ക് തോന്നി. അത് എനിക്ക് മനസ്സിലാകുന്നതിനും അപ്പുറം എന്തൊക്കെയോ ആ സിനിമയ്ക്കകത്തുണ്ട്. അതും ശരിയാണ്. എന്റെ സാമാന്യ ബുദ്ധിക്കും അപ്പുറം ഉള്ള ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് എനിക്ക് കൊടുത്തേ പറ്റൂ ആ സിനിമയ്ക്ക്. എക്കോ എന്ന് പറഞ്ഞ സിനിമ ഇപ്പോഴും പറയുകയാണ്, അത് നോർമൽ ഓഡിയൻസ് എല്ലാവർക്കും പറ്റിയ ഒരു സിനിമയല്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇറ്റ്സ് എ ഹൈ ക്വാളിറ്റി മൂവി. അങ്ങനെ ഈ വർഷത്തെ ഏറ്റവും മികച്ച സിനിമ ഏത്? 1ാം സ്ഥാനത്ത് ഞാൻ കൊടുക്കുന്ന സിനിമ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അത് ഏത് സിനിമയായിരിക്കുമെന്ന്. ഞാൻ പറഞ്ഞ എന്റർടൈൻമെന്റ് വാല്യൂവിലാണെങ്കിലും ക്വാളിറ്റി വാല്യൂവിലാണെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് റേഞ്ചിൽ നിന്ന് സാധാരണ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാതെ മറ്റൊരു പാറ്റേണിൽ ഇന്ന് വരെ മലയാളത്തിൽ ആരും എടുക്കാൻ ധൈര്യം കാണിക്കാത്ത ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു തീം ബേസ് ചെയ്ത് എടുത്തൊരു സിനിമ എല്ലാവരും കണ്ടു കാണും, എല്ലാവർക്കും അറിയാമായിരിക്കും. ഈ വർഷത്തെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ സിനിമയുമാണ്
ലോക ചാപ്റ്റർ 1 ചന്ദ്ര, ഡയറക്ടഡ് ബൈ ഡൊമിനിക് അരുൺ, പ്രൊഡ്യൂസ്ഡ് ബൈ നമ്മുടെ ദുൽഖർ സൽമാൻ. കല്യാണി പ്രിയദർശൻ നായികയെ അഭിനയിച്ചു. നായികയും നായകനും എല്ലാം കല്യാണി പ്രിയദർശൻ എന്ന് വേണമെങ്കിൽ പറയാം. നസ്ലിൻ എല്ലാവരും ഉണ്ട്. ആ സിനിമയെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. ഇന്ന് വരെ നമ്മൾ മലയാളികൾക്ക് കാണാൻ പറ്റാത്ത റേഞ്ചിലുള്ള ഒരു ലോകം കാണിച്ചു തന്ന, ഇത്രയും ധൈര്യം കാണിച്ച ആ ഒരു ടീമിനാണ് ആദ്യം അപ്രിസിയേഷൻ കൊടുക്കേണ്ടത്. ഇങ്ങനെ ഒരു ടീം എടുക്കാൻ കാണിച്ച ധൈര്യം, അതൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ആ സിനിമയെ പറ്റി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അത് തിയേറ്ററിൽ ഞെട്ടിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഒരു പരീക്ഷണമായിരിക്കും, ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സാധനമായിരിക്കുമെന്ന് കരുതിയാണ് കാണാൻ പോയത്. പക്ഷേ കണ്ടു, ശരിക്കും മൊത്തത്തിലൊന്ന് ഞെട്ടിത്തരിച്ച ഒരു സിനിമ. അത് തിയേറ്ററിൽ തന്നെ കാണണം. അത് OTT-യിലൊക്കെ കണ്ടവർ അല്ലെങ്കിൽ മൊബൈലിലൊക്കെ കണ്ടവരെ എനിക്കൊന്നും പറയാനില്ല. അവര് സിനിമ ഇനിയും കണ്ടോളൂ, പക്ഷെ അഭിപ്രായം ദയവ് ഇത് പറയരുത്. പക്ഷെ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബെസ്റ്റ്, ഈ വർഷത്തെ ഏറ്റവും മികച്ച മലയാളത്തിലെ തിയേറ്റർ എക്സ്പീരിയൻസ്, ഏറ്റവും മികച്ച പെർഫോമൻസ് എന്നല്ല, ഏറ്റവും മികച്ച സ്ക്രിപ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ഏറ്റവും മികച്ച മേക്കിംഗ്, ഏറ്റവും മികച്ച ടെക്നിക്കൽ സംഭവങ്ങൾ. പിന്നെ മലയാളി ഒരു തരത്തിലും എന്ത് പറയാൻ, ഒന്നും പറയാനില്ല. അറിയാമല്ലോ, ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് എന്നെ അറിയാം. നിങ്ങൾ ആരും ആ സിനിമയെ മോശം എന്ന് പറയാൻ ചാൻസ് ഇല്ല. അങ്ങനെ ഈ വർഷത്തെ ഏറ്റവും മികച്ച 10 സിനിമകൾ എന്റെ പേഴ്സണൽ ലിസ്റ്റാണ് ഞാൻ പറയുന്നത്. എനിക്ക് അതിൻ്റെതായ കാരണങ്ങളുമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സിനിമ ആസ്വദിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ഒന്നുകിൽ വേറെ ക്ലാസിക്കൽ നിലവാരമൊന്നും ഇല്ലെങ്കിലും ഒരു പക്ക എന്റർടൈനർ ആയിരിക്കണം. കാരണം നമുക്ക് ഏറ്റവും വിലപ്പെട്ട സമയവും കാശും ചിലവാക്കിയാണ് നമ്മൾ സിനിമ കാണുന്നത്. തിയേറ്ററിൽ അല്ലെങ്കിൽ പോലും നമുക്ക് വിലപ്പെട്ട ഒന്നാണ് സമയം, അത് ചിലവാക്കിയാണ് നമ്മൾ സിനിമ കാണുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സിനിമ നന്നായിരിക്കണം. കാരണം നമ്മളെ പറ്റിക്കാൻ വേണ്ടി സിനിമ എടുക്കുന്നത് ശരിയല്ല. അപ്പോൾ ഇത്രയും പറഞ്ഞല്ലോ, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഏറ്റവും മികച്ച 10 പറഞ്ഞു. എങ്കിൽ ഈ വർഷത്തെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഈ വർഷത്തെ ഏറ്റവും മോശം സിനിമ ഏതാണെന്ന് ഞാൻ എന്നോട് ചോദിച്ചാൽ ദ ടോപ്പ് നമ്പർ 1 ഒരെണ്ണം പറയാം. ഏറ്റവും മോശമായി എനിക്ക് ഈ വർഷം അനുഭവപ്പെട്ട സിനിമ വേറൊന്നുമല്ല, നമ്മുടെ ദിലീപിന്റെ ഫയം ഭക്തി ബഹുമാനം. എനിക്ക് 15 മിനിറ്റ് പോലും തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അരോചകമായ ഒരു സിനിമ അനുഭവം. ദിലീപിനോടുള്ള വ്യക്തിവൈരാഗ്യമൊന്നുമില്ല. ദിലീപിന്റെ സിനിമയെ വിജയിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഒന്നാമത്തെ ദിവസം തന്നെ ദിലീപിന്റെ സിനിമ കാണാൻ പോയതാണ്. ദിലീപിന്റെ എല്ലാ സിനിമകളെയും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ. ഇനി വന്നാലും സപ്പോർട്ട് ചെയ്യും. അതിനൊന്നും എനിക്ക് ഒരു മടിയില്ല. നല്ലൊരു കലാകാരനാണ് ഞാൻ, ദിലീപിന്റെ കൂടെയാണ്. അങ്ങനെയുള്ള കാര്യത്തിൽ, കലാകാരൻ എന്നുള്ള കാര്യത്തിൽ ദിലീപിന്റെ കൂടെ തന്നെയാണ് ഞാൻ. പപ്പബ, പിന്നെ ഡൊമിനിക് ആൻഡ് ദ ലേഡി സ്പൈസ്, അത് മറ്റൊരു മോശം സിനിമയായി എനിക്ക് തോന്നിയ സിനിമയാണ്. അത് ഭയങ്കര ഹിറ്റാണെന്നൊക്കെ പറയുന്നു. എനിക്കത് മോശമായി തോന്നിയ സിനിമയാണ്.